സീമാസിൽ ഷോപ്പ് ചെയ്യാം. വെസ്റ്റേൺ ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, ഹുഡീസ്, ഓവർകോട്ട്, ടോപ്സ്, അനാർക്കലീസ്, ജീൻസും ടോപ്പും സ്യൂട്ടും ട്രാക്ക് സ്യൂട്ടും 3/4 കട്ടപ്പന സീമാസിൽ വിലക്കുറവിൻ ആഘോഷം. അവധിക്കാലം കൊതിതീരും വരെ ഷോപ്പ് ചെയ്യാലോ. ലോകോത്തര ബ്രാൻഡുകൾ, പുതുപുത്തൻ കളക്ഷൻസ്, കട്ടപ്പന സീമാസിൽ ഉത്സവമേളം. ഇനി നാട്ടിലെത്തിയാൽ ഷോപ്പിംഗ് ഈസിയാ. സീമ സിൽക്സ്, പുളിയന്മല റോഡ്, കട്ടപ്പന. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോൺ. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ, ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. സിറ്റി വിഷൻ ഇമ്പാക്ട്. മാൻകുത്തിമേട്ടിലെ കാരവാൻ പാർക്ക് തുറന്നു പ്രവർത്തിപ്പിച്ചതിൽ ഇടപെട്ട റവന്യൂ വകുപ്പ്. അനധികൃതമായി തുറന്ന പാർക്ക് വീണ്ടും പൂട്ടി സീൽ ചെയ്തു. ഉടമയ്ക്കെതിരെ കേസെടുക്കാൻ കളക്ടറുടെ നിർദ്ദേശം. മാൻകുത്തിമേട് മലനിരകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത്. കയ്യേറ്റത്തിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും പരിസ്ഥിതി പ്രവർത്തകൻ കെ ബുൾബേന്ദ്രൻ. ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം ജില്ലയിലെ ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. ശക്തമായ മഴയിലെ നിയന്ത്രണങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പാടെ ആളൊഴിയാൻ കാരണമായി. ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് സമീപം പരിശോധന ശക്തമാക്കി പോലീസ്. ക്യാമ്പസ് ബീറ്റ് ആന്റി നാർക്കോട്ടിക് ക്യാമ്പയിന് ജില്ലയിൽ തുടക്കം. സ്കൂളുകൾക്ക് സമീപം പോലീസ് സാന്നിധ്യം ഉറപ്പാക്കി. വിശദമായ വാർത്തകൾ നോക്കാം. സിറ്റി വിഷൻ ഇമ്പാക്ട്. മാൻകുത്തിമേട്ടിലെ കാരവാൻ പാർക്ക് തുറന്നു പ്രവർത്തിപ്പിച്ചതിൽ ഇടപെട്ട് റവന്യൂ വകുപ്പ്. അനധികൃതമായി തുറന്നത് വീണ്ടും പൂട്ടി സീൽ ചെയ്തു. വിഷയത്തിൽ നേരിട്ടിടപെട്ട മന്ത്രി കെ രാജൻ. ഉടമയ്ക്കെതിരെ കേസെടുക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഉടുമ്പൻചോല മാൻകുത്തിമേട്ടിൽ റവന്യൂ വകുപ്പ് സീൽ ചെയ്തിരുന്ന കാരവാൻ പാർക്ക് കോടതി ഉത്തരവ് ലംഘിച്ച തുറന്നു പ്രവർത്തിപ്പിച്ചിരുന്നത് വീണ്ടും റവന്യൂ വകുപ്പ് പൂട്ടി സീൽ ചെയ്തു. തൽസ്ഥിതി തുടരണമെന്നും നിർമ്മാണം നടത്തിയാൽ കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കുമെന്നും ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ റവന്യൂ വകുപ്പ് കയ്യേറ്റ ഭൂമി ഒഴിപ്പിച്ചേറ്റെടുത്ത് സ്ഥാപിച്ച ബോർഡടക്കം പിഴുതുമാറ്റി സർക്കാർ ഭൂമിയിൽ പ്രവേശിക്കുകയും ഇവിടെ സീൽ ചെയ്തിരുന്ന കാരവാനുകൾ സീൽ തകർത്ത് തുറക്കുകയും ചെയ്തത് സിറ്റി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത പുറത്തു വന്നതോടെ വിഷയത്തിൽ ഇടപെടൽ നടത്തുവാൻ റവന്യൂ മന്ത്രി കെ രാജൻ ഇടുക്കി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി.
ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ ഉദ്യോഗസ്ഥർ നേരിട്ട് സ്ഥലത്തെത്തുകയും തുറന്നിരുന്നിരുന്ന കാരവാനുകൾ പൂട്ടി സീൽ ചെയ്യുകയും ഒപ്പം പിഴുതുമാറ്റിയ ബോർഡ് പുനഃസ്ഥാപിക്കുകയും ചെയ്തത്. കോടതി ഉത്തരവ് ലംഘിച്ച് അനധികൃത നിർമ്മാണമടക്കം നടത്തിയ കാരവാൻ ഉടമയ്ക്കെതിരെ കേസെടുക്കുവാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉടുമ്പൻചോല LR തഹസിൽദാർ ശ്രീരാമകൃഷ്ണൻ, ഡെപ്യൂട്ടി തഹസിൽദാർ ജെയ്സൺ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാരവാൻ പാർക്ക് വീണ്ടും പൂട്ടി സീൽ ചെയ്തത്. തൽസ്ഥിതി തുടരണമെന്ന കോടതി ഉത്തരവ് ലംഘിച്ച് നിർമ്മാണം നടത്തിയതടക്കം റവന്യൂ വകുപ്പ് കോടതിയെയും അറിയിക്കും. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. ഉടുമ്പൻചോല മാൻകുത്തിമേട് മലനിരകൾ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശമാണെന്നും മേഖലയിൽ സർക്കാർ കയ്യേറ്റക്കാരിൽ നിന്ന് ഏറ്റെടുത്ത ഭൂമി സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത്. റവന്യൂ വകുപ്പ് സ്ഥാപിച്ച ബോർഡടക്കം എടുത്തുമാറ്റിയ അനധികൃതമായി കാരവാൻ പാർക്ക് നിർമ്മാണം തുടരുന്നതിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടായിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൽബേന്ദ്രൻ ആവശ്യപ്പെട്ടു. പശ്ചിമഘട്ട മലനിരകളിൽ കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഉടുമ്പൻചോല പഞ്ചായത്തിൽ ഉൾപ്പെട്ട മാൻകുത്തിമേട് മലനിര. ഇവിടെ മുമ്പ് 80 ഏക്കറോളം മലനിര സ്വകാര്യ വ്യക്തി കയ്യേറുകയും ഇത് റവന്യൂ വകുപ്പ് തിരിച്ചുപിടിക്കുകയും ചെയ്തിരുന്നു. ഇതേ സ്ഥലത്ത് പിന്നീട് വീണ്ടും കയ്യേറ്റക്കാരൻ ഏലം കൃഷി നടത്തി കയ്യേറുവാൻ ശ്രമം നടത്തിയതും റവന്യൂ വകുപ്പ് കണ്ടെത്തി ഒഴിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതിന് സമീപത്ത് തന്നെയുള്ള വനാനി കാരവാൻ പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സർക്കാർ ഭൂമി കയ്യേറി ഇവിടെ കാരവാനുകൾ സ്ഥാപിച്ചത്. ഇതും റവന്യൂ വകുപ്പ് കണ്ടെത്തി ഒഴിപ്പിക്കുകയും കാരവാനുകൾ സീൽ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ നിർമ്മാണം തുടരാൻ പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് വീണ്ടും നിർമ്മാണം നടത്തുന്ന സ്ഥിതി ഉണ്ടായതോടെയാണ് പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശം സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയത്. മാത്രവുമല്ല, റവന്യൂ വകുപ്പ് സീൽ ചെയ്ത കാരവാനുകൾ തുറന്നു പ്രവർത്തിക്കാൻ ഉദ്യോഗസ്ഥ ഒത്താശയുണ്ടെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൽബേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഇത് അവിടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണെന്ന് ആർക്കും മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് സർക്കാർ, പ്രത്യേകിച്ച് കളക്ടർ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് ഒത്താശ ചെയ്ത അവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഇതുപോലുള്ള എല്ലാ മേഖലകളിലെയും സർക്കാർ ഭൂമി കടന്നു കയറാനും അതിന് ഒത്താശ ചെയ്യുന്ന ഇവരെ പോലുള്ള ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത്. കയ്യേറ്റത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് റവന്യൂ മന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകുമെന്നും ഗ്രീൻ കെയർ കേരള വ്യക്തമാക്കി. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം ജില്ലയിലെ ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത കനത്ത മഴ മൂന്നാറിന്റെ അടക്കം ടൂറിസം മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് വരുത്തിവെച്ചത്. മധ്യവേനൽ അവധി അവസാനിക്കാറായതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥിതിയുണ്ടായിരുന്നു. മഴയെത്തി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പാടെ ആളൊഴിഞ്ഞ് അനാഥമായി. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറ്റവും അധികം ഉണർവുണ്ടാക്കുന്ന മാസങ്ങളാണ് ഏപ്രിൽ, മെയ് മാസങ്ങൾ. മൂന്നാർ അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ ഏറ്റവും അധികം എത്തുന്നതും ഈ കാലയളവിലാണ്. എന്നാൽ ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം ജില്ലയിലെ ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന റിസോർട്ട്, ഹോം സ്റ്റേ നടത്തിപ്പുകാർ, ഹോട്ടലുകൾ, ജീപ്പ് സഫാരി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, മറ്റ് സാഹസിക വിനോദസഞ്ചാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെയും മഴ പ്രതികൂലമായി ബാധിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഓരോ മേഖലയിലും സംഭവിച്ചത്. മൂന്നാറിൽ ഇപ്പോൾ മെയ് അവസാനം ലാസ്റ്റ് വീക്കിൽ പെയ്ത മഴ ടൂറിസം രംഗത്തിനെ വളരെയേറെ ദോഷമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം ക്യാൻസലേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 50% റൂമുകളുടെ ക്യാൻസലേഷൻസ് വന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു 1000 ഹോട്ടലുകളുണ്ടെങ്കിൽ ആ 1000 ഹോട്ടലുകളിൽ ഒരു 40 റൂം, ഒരു ആവറേജ് നോക്കിയാൽ 40,000 റൂം നൈറ്റ്സ് ആണ് ഒരു ദിവസം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 50% ക്യാൻസലേഷൻസ് വന്നിരിക്കുകയാണ്. മഴ കനത്തതോടെ വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതും ദേശീയപാതയിലെ തുടരെയുണ്ടായ മണ്ണിടിച്ചിലും മരം വീഴ്ചയും ഗ്യാപ് റോഡിലെ യാത്രാ നിരോധനവും ഇപ്പോഴും തുടരുന്ന സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ നിയന്ത്രണങ്ങളും വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായി. മഴ കനത്തതോടെ റിസോർട്ടുകളിലെയും ഹോം സ്റ്റേകളിലെയും മുൻകൂട്ടിയുള്ള ബുക്കിംഗുകൾ റദ്ദായി. ഇതിലൂടെ സ്ഥാപന നടത്തിപ്പുകാർക്ക് മാത്രം ഭാരിച്ച നഷ്ടം സംഭവിച്ചു. ഇത്തവണ മധ്യവേനലവധി ആരംഭിച്ച ശേഷം മെയ് മാസത്തിലാണ് ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. ഈ തിരക്കിൽ പ്രതീക്ഷയർപ്പിച്ച വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുമ്പോട്ട് പോവുകയാണ്. കാലവർഷം നേരത്തെ എത്തിയതും പ്രതീക്ഷിക്കാത്ത നഷ്ടം സംഭവിച്ചതും. മഴ കനക്കുന്നതോടെ വരും മാസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് കുറയുമെന്നതിനാൽ കടക്കെണിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പങ്കുവച്ചു.
സിറ്റി വിഷൻ, മൂന്നാർ. ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് സമീപം പരിശോധന ശക്തമാക്കി പോലീസ്. ജില്ലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തുന്നതിനൊപ്പം മയക്കുമരുന്നുകളുടെ ലഭ്യത തടയുക എന്നതുകൂടിയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ക്യാമ്പസ് ബീറ്റ് ആന്റി നാർക്കോട്ടിക് ക്യാമ്പയിന് തുടക്കമായി. എല്ലാ വിദ്യാലയങ്ങളുടെയും സമീപം മഫ്തിയിലും അല്ലാതെയും പോലീസിന്റെ സാന്നിധ്യവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണു പ്രദീപിന്റെ നിർദ്ദേശാനുസരണമാണ് വിദ്യാലയങ്ങൾക്ക് സമീപം പോലീസിന്റെ സുരക്ഷാ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുള്ളത്. ക്യാമ്പസ് ബീറ്റ്സ് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ സ്കൂളുകൾ സന്ദർശിച്ച വിവരങ്ങൾ ശേഖരിച്ച് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം പ്രശ്നപരിഹാരങ്ങൾക്ക് ആവശ്യമായ പോലീസ് സഹായം ഉറപ്പുവരുത്തും. 2025-26 അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കം കുറിക്കാൻ സംസ്ഥാനത്തുടനീളം ഇന്ന് കുരുന്നുകൾ വിദ്യാലയങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതിന് ഗവൺമെൻറ് പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശേഷിച്ച് ഇടുക്കി പോലീസ് അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാ സ്കൂളുകൾക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഞങ്ങൾ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്കൂളുകൾക്കും ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് ഇടയ്ക്ക് സ്കൂളുകൾ വിസിറ്റ് ചെയ്യുന്നതാണ്. സ്കൂളിൻ്റെ പരിസരങ്ങളിൽ മറ്റ് ലഹരി വസ്തുക്കളൊക്കെ വിൽപ്പനയാണെങ്കിൽ കർശനമായിട്ടത് തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. ജില്ലയിൽ സ്കൂളുകളിൽ നിലവിലുള്ള സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കി വിദ്യാലയങ്ങളിലെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുക, സ്കൂൾ പരിസരങ്ങളിൽ മയക്കുമരുന്നുകളുടെ ലഭ്യത ഒഴിവാക്കുക, സ്കൂൾ പരിസരങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഉറപ്പുവരുത്തുക എന്നിവയാണ് ക്യാമ്പസ് ബീറ്റ്സിന്റെ ലക്ഷ്യം. കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതായോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായോ ശ്രദ്ധയിൽപ്പെട്ടാൽ മറച്ചുവെക്കാതെ ഇക്കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കാം. കുട്ടികൾക്ക് കൗൺസിലിങ്ങുകൾ നൽകുന്നതിനും ആവശ്യമെങ്കിൽ തുടർ ചികിത്സയ്ക്കുള്ള നടപടി സ്വീകരിക്കും. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. 2018 തകർന്ന മൂന്നാർ സർക്കാർ കോളേജിനായി ഇനിയും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായിട്ടില്ല. കെട്ടിട നിർമ്മാണവും കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടുന്ന സ്ഥല ലഭ്യതയുമൊക്കെയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുവെങ്കിലും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത് വൈകുകയാണ്. സ്വന്തമായി ഉണ്ടായിരുന്ന കെട്ടിടം പോയത് താൽക്കാലിക സംവിധാനത്തിലാണ് കോളേജിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമായിരുന്നു മൂന്നാർ സർക്കാർ കോളേജ് പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ 2018 പ്രളയത്തിൽ ഇവിടെ മണ്ണിടിച്ചിലുണ്ടാവുകയും കെട്ടിടങ്ങൾക്ക് ബലക്ഷമത ഇല്ലാതാവുകയും ചെയ്തതോടെ കോളേജിന്റെ പ്രവർത്തനം താളം തെറ്റി. ഉണ്ടായിരുന്ന കെട്ടിടങ്ങളിൽ നിന്നും കോളേജിന്റെ പ്രവർത്തനം താൽക്കാലിക സംവിധാനത്തിലേക്ക് മാറ്റപ്പെട്ടു. അന്നു മുതൽ ഉയരുന്നതാണ് കോളേജിനായി പുതിയ കെട്ടിട സമുച്ചയം വേണമെന്ന ആവശ്യം. എന്നാൽ പ്രളയാനന്തരം വർഷം 7 പിന്നിട്ടിട്ടും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ അനന്തമായി നീളുകയാണ്. 2018 ഉണ്ടായ പ്രളയത്തിൽ തകർന്ന മൂന്നാർ ഗവൺമെൻറ് കോളേജ് ഇത്രയും വർഷമായിട്ട് പോലും അതിൻ്റെ പുതിയ കോളേജിൻ്റെ പ്രാരംഭ പണികൾ പോലും നടത്തുവാൻ സർക്കാർ ജനപ്രതിനിധികളും തയ്യാറായിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ അനുവദിച്ച ഏക സർക്കാർ കോളേജാണ് ഇന്ന് നാമാവശിഷ്ടമായി മാറിയിരിക്കുന്നത്. ഇവിടെ ആയിരക്കണക്കിന് വരുന്ന തോട്ടം തൊഴിലാളികളുടെയും സാധാരണക്കാരൻ്റെയും മക്കൾ ആശ്രയിക്കുന്ന ഏക സർക്കാർ കോളേജ് ഈ കഴിഞ്ഞ 6-7 വർഷമായിട്ടും ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഈ ഒരു പുതിയ കോളേജ് കൊണ്ടുവരാനോ സ്ഥലം കണ്ടെത്താനോ യാതൊരു വിധത്തിലുള്ള നടപടി സ്വീകരിച്ചില്ല. പല യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നുണ്ട്. കോളേജിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം ഇടപെടലുകൾ നടന്നിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയടക്കം ഇക്കാര്യത്തിൽ നേരിട്ടെത്തി ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ തുടർ നടപടികളിൽ മെല്ലെപ്പോക്ക് തുടരുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. കാർഷിക തോട്ടം മേഖലകളിലെയും വിവിധ ആദിവാസി ഇടങ്ങളിലെയുമൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സഹായകരമാകുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് സ്വന്തമായി കെട്ടിട സമുച്ചയമില്ലാതെ വർഷങ്ങളായി പരിമിതികൾക്കുള്ളിൽ പ്രവർത്തിക്കുന്നത്. വർഷം ഇത്ര പിന്നിട്ടിട്ടും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനു വേണ്ടി കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിൽ വന്നിട്ടുള്ള കാലതാമസം വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തുകയാണ്. സിറ്റി വിഷൻ, മൂന്നാർ. അരിവളഞ്ചാൽ ട്രൈബൽ LP സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകി ഗുരുജീസ് അഗ്രോയും ഹൈറേഞ്ച് ഏലം കർഷക കൂട്ടായ്മയും. ബാഗ്, കുട, ബുക്ക് അടക്കമുള്ള പഠനോപകരണങ്ങൾ അടക്കുന്ന കിറ്റാണ് കുട്ടികൾക്കായി എത്തിച്ചു നൽകിയത്. ഏലം കർഷക കൂട്ടായ്മയുടെ സ്ഥാപകൻ കൂടിയായ ബിജു EJ പഠനോപകരണങ്ങൾ സ്കൂൾ അധികൃതർക്ക് കൈമാറി.
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കർഷകരുടെയും തൊഴിലാളികളുടെയും കുടുംബങ്ങൾക്ക് ആശുപത്രി ആവശ്യങ്ങൾക്കും കുട്ടികളുടെ പഠനത്തിനുമടക്കം സഹായങ്ങൾ എത്തിച്ചു നൽകി പ്രവർത്തിക്കുന്ന ഏലം കർഷകരുടെ ടെലഗ്രാം കൂട്ടായ്മയാണ് ഹൈറേഞ്ച് ഏലം കർഷക കൂട്ടായ്മ. ഇത്തവണ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നേ നിരവധിയായ കുട്ടികൾക്ക് ഇവർ സഹായം എത്തിച്ചു നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന സേനാപതി പഞ്ചായത്തിലെ അരിവളഞ്ചാൽ ട്രൈബൽ LP സ്കൂളിലെ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകിയത്. പഠനോപകരണങ്ങൾ ഗുരുജി എന്നറിയപ്പെടുന്ന ബിജു EJ സ്കൂളിൽ നേരിട്ടെത്തിച്ച പ്രധാന അധ്യാപിക ബിന്ദു ഭാസ്കറിന് കൈമാറി. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ ചെറുപ്പം തൊട്ടേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തവർ ഉള്ളത് ഒരു ഷെയർ കൊടുത്ത് പഠിപ്പിച്ച് പോകുന്ന ഒരു സിസ്റ്റം കൂടി നമ്മുടെ സ്കൂളിൽ ഒരു പാഠ്യ വിഷയം തന്നെ ആക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പം കടന്നു പോകുന്നത്. പൊതുപ്രവർത്തകനും ബ്ലോഗറുമായ CD സുരേഷ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അധ്യാപകരായ ബിന്നി ജോസഫ, അശ്വതി തോമസ്, അഞ്ജന ES എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സ്കൂളിന്റെ ഉന്നമനത്തിനായി കൂടുതൽ സഹായം എത്തിച്ചു നൽകുമെന്ന ഉറപ്പും ഗുരുജി സ്കൂൾ അധികൃതർക്ക് നൽകി. സിറ്റി വിഷൻ, മാങ്ങാത്തൊട്ടി. ഒരു ചെറിയ ഇടവേള, വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ മിനി ആശുപത്രിക്ക് സമീപം രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോടു കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED TVകൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. ഉടുമ്പൻചോലയിൽ റോഡ് നിർമ്മാണത്തിന് ശേഷം ഉപേക്ഷിച്ച കൂറ്റൻ മരക്കുറ്റികൾ റോഡിലേക്ക് പതിച്ചു. ചെമ്മണ്ണാർ ഉടുമ്പൻചോല റോഡിലാണ് ഭീമൻ കുറ്റികൾ പതിച്ചത്. ഇതോടെ പാതയിലെ ഗതാഗതം ഭാഗികമായി മുടങ്ങി. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെടുത്തക്ക രീതിയിൽ മരത്തിന്റെ അവശിഷ്ടങ്ങൾ റോഡിലേക്ക് പതിച്ചത്. മുമ്പ് പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി മുറിച്ച മരങ്ങളുടെ ശേഷിക്കുന്ന ഭാഗമാണ് റോഡിലേക്ക് പതിച്ചത്. ഇതോടുകൂടി ഇവിടെ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. രാത്രികാലങ്ങളിൽ അപകടത്തിനും ഈ മരക്കുറ്റികൾ കാരണമാകുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അധികൃതർ അടിയന്തരമായി ഇവ നീക്കം ചെയ്യുവാൻ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ 100-ലധികം മരക്കുറ്റികളാണ് എപ്പോൾ വേണമെങ്കിലും പാതയിലേക്ക് പതിക്കാവുന്ന തരത്തിൽ നിലനിൽക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ഉടുമ്പൻചോല നെടുങ്കണ്ടം പാതയിലും മരം ഒടിഞ്ഞു വീണ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കെട്ടിട നിർമ്മാണ ചട്ടം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനായുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങളിലാണ് സർക്കാർ ഉള്ളതെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ജില്ലയിലെത്തിയ മുഖ്യമന്ത്രി കെട്ടിട നിർമ്മാണ ചട്ടം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരുന്നു.
17-ാം തീയതിക്ക് മുമ്പായി നിയമം പ്രാബല്യത്തിൽ വരുന്നതിനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് മുൻകൈയെടുത്ത മുഖ്യമന്ത്രിക്ക് ജില്ലയിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകുമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും CB വർഗീസ് പറഞ്ഞു. മെയ് 28-ന് ജില്ലയിൽ എത്തുമ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി കെട്ടിട നിർമ്മാണ ചട്ടം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. 17-ാം തീയതി ഇവിടെ പള്ളിവാസൽ റിസഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നതോടുകൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലയുടെ മനുഷ്യ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശാശ്വത പരിഹാരത്തിന് വേണ്ടിയാണ് 17-ാം തീയതി ഉള്ളിൽ ഏതായാലും നിയമം പ്രാബല്യത്തിൽ വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ നിയമ പ്രാബല്യത്തിൽ എത്തിച്ചുകൊണ്ടുവരുന്ന മുഖ്യമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണ പരിപാടി ഇടുക്കി ജില്ലയിൽ നൽകണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ. മൂന്നാർ സർക്കാർ കോളേജിനായി പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമം തുടർന്നു വരികയാണെന്ന് അഡ്വക്കേറ്റ് A. രാജ MLA പറഞ്ഞു. കോളേജിനായി പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത് വൈകുന്നത് സംബന്ധിച്ച വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോളേജിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടുന്ന സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മൂന്നാറിൽ കണ്ടെത്തിയ സ്ഥലം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് വൈകാതെ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷയെന്നും MLA പറഞ്ഞു. കോളേജ് പ്രവർത്തിക്കണം, സർക്കാർ കോളേജാണ്, ഒത്തിരിയേറെ കുട്ടികൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതിനനുയോജ്യമായിട്ടുള്ള ഒരു നല്ല കെട്ടിട സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളോടുള്ള ഒരു കോളേജ് കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ സ്ഥലങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തി. പക്ഷേ ഒരു സ്ഥലത്ത് പോലും മൊത്തമായി ഒരു 10 ഏക്കർ സ്ഥലം കണ്ടെത്താൻ നമുക്ക് സാധിക്കാതെ വന്നതോടുകൂടി ഏറ്റവും അവസാനം 2021-22 കാലഘട്ടത്തിലാണ് നമ്മൾ ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ കോളേജ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. DTPCയുടെ സ്ഥലം, DTPCയുടെ കെട്ടിടം അവർക്ക് വിട്ടുകൊടുത്തു കോളേജിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി. അതിൽ ക്ലാസ് റൂമുകളെല്ലാം തിരിക്കുന്നതിന് വേണ്ടി കുറേ പൈസ അനുവദിച്ചു. പിന്നീട് നമ്മൾ ആലോചിച്ചപ്പോൾ അവിടെ സർക്കാരിൻ്റെ സ്ഥലമുണ്ട്, അതുപോലെ DTPCയുടെ ഏകദേശം 3 ഏക്കർ സ്ഥലമുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിക്കുന്ന സ്ഥലം അവർക്ക് ഏകദേശം ഒരു 18 ഏക്കറോളം സ്ഥലം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ DTPCയുടെ 3 ഏക്കർ സ്ഥലം, സർക്കാരിൻ്റെ സ്ഥലം, അതുപോലെ ബാലൻസ് വരുന്ന സ്ഥലം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സ്ഥലം കൂടെ എടുത്ത് 10 ഏക്കറിൽ നമ്മളൊരു കോളേജ് കെട്ടിടം പണിയുന്നതിന് വേണ്ടിയാണ് ഒരു തീരുമാനം നമ്മൾ കൈക്കൊണ്ടിട്ടുള്ളത്. വാർദ്ധക്യം പ്രകൃതിയോട് ഇണങ്ങി ആസ്വദിക്കുന്ന ഒരു വയോധികനുണ്ട് ഇടുക്കിയിൽ. പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ എങ്ങനെ ജീവിക്കാമെന്ന് കാണിച്ചു തരികയാണ് ഇദ്ദേഹം. മലമുകളിലെ തന്റെ പഴത്തോട്ടത്തിൽ പരിഭവങ്ങളും പരാതികളുമില്ലാതെ സന്തോഷ വാർദ്ധക്യം ആസ്വദിക്കുന്ന സുധാകരൻ നായരുടെ വിശേഷങ്ങളിലേക്കാണ്. വിശ്രമജീവിതം മധുരം നുകരും പഴങ്ങൾക്കൊപ്പം പങ്കിട്ട ഫലവൃക്ഷത്തോട്ടത്തിന് നടുവിൽ പ്രകൃതിയോടിണങ്ങി ജീവിതം നയിക്കുകയാണ് ഈ വയോധികൻ. നെടുങ്കണ്ടം കല്ലാർ ബ്ലോക്ക് നമ്പർ 7 സുധാകരൻ നായരാണ് തന്റെ 75 സെന്റ് സ്ഥലത്ത് ഫലവൃക്ഷത്തോട്ടമൊരുക്കി സന്തോഷത്തോടെ ഏകാന്ത ജീവിതം നയിക്കുന്നത്. ജോലി സംബന്ധമായ സഞ്ചാരത്തിനിടെ മനസ്സിനിണങ്ങുന്ന ഭക്ഷണം ലഭിക്കാതെ വന്നതോടെയാണ് പഴങ്ങളോടുള്ള പ്രണയം സുധാകരന് തുടങ്ങുന്നത്. മാസങ്ങളോളം പഴങ്ങളും പഴച്ചാറും കരിക്കിൻ വെള്ളവും കുടിച്ച് ജീവിച്ചിട്ടുണ്ട്. പിന്നീട് താൻ കഴിച്ചിട്ടുള്ള ഫലങ്ങളെല്ലാം തന്റെ വാർദ്ധക്യകാലത്തും ഒപ്പം വേണമെന്ന ആഗ്രഹവും ഫലവൃക്ഷത്തോട്ടം നിർമ്മിക്കാൻ പ്രചോദനമായതായി സുധാകരൻ പറയുന്നു. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം പ്രകൃതിയോടൊത്ത് ആസ്വദിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് എൻ്റെ. ഞാനൊരു 400ഓളം വെറൈറ്റി ഫലവൃക്ഷങ്ങളുമായിട്ട് ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് ഒരു മലമുകൾ ഇങ്ങനെ വാർദ്ധക്യ ജീവിതം ആസ്വദിക്കുന്നു. ഇത് ഏകദേശം ഒരു 400ഓളം വെറൈറ്റി ഉണ്ട്. എല്ലാവൊന്നും നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റുന്നതല്ലെങ്കിലും പറ്റാത്തതും ഞാൻ കൊടി കുരുമുളക് കൃഷിയും അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട്. വിശ്രമ ജീവിതത്തിന്റെ വിരഹം ഇദ്ദേഹത്തിനില്ല. ലിപ്രോന്തോസിസ്, മട്ടോവ, ബ്ലാക്ക് സപ്പോട്ട, ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ, കൊപ്പൂസു, മറാങ്, മിൽക്ക് ഫ്രൂട്ട്, ഐസ്ക്രീം ബീൻസ്, മിറക്കിൾ ഫ്രൂട്ട്, ബറബ തുടങ്ങി 200ഓളം ഫലവൃക്ഷങ്ങളും ചെടികളുമാണ് സുധാകരന്റെ തോട്ടത്തിൽ ഫലങ്ങളുമായി നിൽക്കുന്നത്. കൂടാതെ കാച്ചിൽ, ചേന, ചേമ്പ് മുതലായ കിഴങ്ങുവർഗ്ഗങ്ങളുമുണ്ട്. തോട്ടത്തിന് നടുവിലെ കൊച്ചു വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. മക്കൾ 2 പേരും കുടുംബസമേതം വിദേശത്താണ്. ഭാര്യ ആറന്മുളയിലെ വീട്ടിലാണ്. 3 മാസത്തിലൊരിക്കലാണ് വീട്ടിലേക്കുള്ള യാത്ര. 10 ദിവസത്തിന് ശേഷം തിരികെ എത്തും. 13 വർഷങ്ങൾ മുമ്പ് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് കുടുംബവകയായി കല്ലാറിൽ തനിക്ക് ലഭിച്ച സ്ഥലത്ത്
സുധാകരൻ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയത്. വൻകിട വ്യവസായ വിപണന മേളകൾക്കുള്ള പന്തലുകൾ തയ്യാറാക്കുന്ന കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അതിനു മുമ്പ് കേന്ദ്ര സർവീസിൽ അണക്കെട്ട് നിർമ്മാണ വിഭാഗത്തിൽ സർവേയറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ജോലി സംബന്ധമായി ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും അയൽ രാജ്യങ്ങളായ നേപ്പാൾ, ഭൂട്ടാൻ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളും സഞ്ചരിച്ചിട്ടുണ്ട്. സഞ്ചാരത്തിനിടെ ശേഖരിച്ച തൈകളും വിത്തുകളുമാണ് ഇപ്പോൾ തോട്ടത്തിൽ ഫലവൃക്ഷങ്ങളായി തലയെടുപ്പോടെ നിൽക്കുന്നത്. തന്റെ തോട്ടത്തെക്കുറിച്ച് അറിഞ്ഞു കേട്ടെത്തുന്നവർക്ക് ഓരോ ഫലവൃക്ഷങ്ങളെക്കുറിച്ച് വിവരിച്ചു നൽകാനും ഫലങ്ങൾ രുചിച്ചു നോക്കാനും സുധാകരൻ അവസരം നൽകുന്നുണ്ട്. ഭക്ഷണത്തിന് മാർഗമില്ലാതെ വിശന്നു വലയുന്നവർക്കായി തന്റെ തോട്ടത്തിലെത്തി ഫലങ്ങൾ പറിച്ചു കഴിക്കുന്നതിനും സുധാകരൻ അനുവാദം നൽകിയിട്ടുണ്ട്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിറ്റി വിഷൻ ഇമ്പാക്ട്. മാൻകുത്തിമേട്ടിലെ കാരവാൻ പാർക്ക് തുറന്നു പ്രവർത്തിപ്പിച്ചതിൽ ഇടപെട്ട റവന്യൂ വകുപ്പ്. അനധികൃതമായി തുറന്ന പാർക്ക് വീണ്ടും പൂട്ടി സീൽ ചെയ്തു. ഉടമയ്ക്കെതിരെ കേസെടുക്കാൻ കളക്ടറുടെ നിർദ്ദേശം. മാൻകുത്തിമേട് മലനിരകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത്. കയ്യേറ്റത്തിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും പരിസ്ഥിതി പ്രവർത്തകൻ കെ ബുൾബേന്ദ്രൻ. ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം ജില്ലയിലെ ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. ശക്തമായ മഴയിലെ നിയന്ത്രണങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പാടെ ആളൊഴിയാൻ കാരണമായി. ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് സമീപം പരിശോധന ശക്തമാക്കി പോലീസ്. ക്യാമ്പസ് ബീറ്റ് ആന്റി നാർക്കോട്ടിക് ക്യാമ്പയിന് ജില്ലയിൽ തുടക്കം. സ്കൂളുകൾക്ക് സമീപം പോലീസ് സാന്നിധ്യം ഉറപ്പാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി, അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.